ആദ്യമൊക്കെ കുറച്ച് സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു ഭക്തനുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഭഗവാനോട് മൗനപ്പൂന്തേനൊഴുക്കേ മതിയമൃതുലിയേ മന്ദനാമിൻ മനക്കജ്ഞാന കണ്ണാടിയേ നിന്തിരുവടി അടിയൻ സങ്കടം പോക്കിടേണം, നിന്തിരുവടി അടിയൻ തീ പൊറുത്തിട വേണം. കോനിത്തന്തേനുമായി കുറവർ കുടി അതിൽ പെണ്ണെടുത്തുണ്ടു, അതേക്കാൾ മാനക്കേടോ നിനക്കീ അഗതിയെ അവനം ചെയ്തു നിന്നോടു ചേർത്താൽ. എൻ്റെ മൗനപ്പൂന്തേനൊഴുക്കേ, എൻ്റെ ബുദ്ധിയിൽ നിന്ന് ഒഴുകിയിറങ്ങി വരുന്ന അമൃതിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രവാഹമേ, മന്ദബുദ്ധിയായിരിക്കുന്ന മന്ദനായിരിക്കുന്ന എൻ്റെ ജ്ഞാനക്കണ്ണാടിയായിട്ടുള്ളവനേ എന്നൊക്കെ വിളിച്ചു ആദ്യം. എൻ്റെ എല്ലാ തെറ്റുകളും പൊറുക്കണേ. കുറേ നേരമായിട്ട് വിളിക്കുകയാണ്, കാണുന്നില്ല. ഇനിയും നിനക്ക് വരാൻ മടിയാണോ? പണ്ട് നീ ഒരു കൂനിത്തന്തേനുമായിട്ട് പടുവൃദ്ധനായിട്ട് പണ്ടിയുടെ വള്ളിക്കുടലിൽ പോയിട്ടുള്ളതല്ലേ, വള്ളിയുടെ വീട്ടിൽ ചെന്ന് പെണ്ണെടുത്തുണ്ടിട്ടുള്ളതല്ലേ, അതിനേക്കാൾ മാനക്കേടാണോ നിനക്ക് എൻ്റെ കാര്യം ഒന്ന് ശരിയാക്കി തരാമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഭക്തൻ്റെ പരിവേദനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തിരി കൂടി കഴിയുമ്പോൾ കണ്ണുണ്ടീരാറു കാതും കരവും അതു കണക്കുണ്ടു കാരുണ്യമോ ഈ വണ്ണം മറ്റാർക്കുമില്ല, ഈ അടിമൈഹ പെടും പാടു കണ്ടീലയോ നീ. നിനക്ക് ഇത്രയും കണ്ണും കാതും കയ്യും ഒക്കെ ഇല്ലേ? ഈ അടിമ ഇവിടെ കിടന്ന് കഴിക്കുന്ന പാടുകളൊക്കെ നീ കാണുന്നില്ലേ? കണ്ണിൽ കണ്ടോർ പഴിക്കുന്നതും ഒരു ചെവി കൊണ്ടെങ്കിലും കേട്ടതില്ലേ? ദണ്ണം തീർത്തെന്നെ രക്ഷിച്ച ഭയമരുളുവാൻ കൈയുമൊന്നല്ലേ വേണ്ടു. 12 കൈയില്ലേ, അതിലൊരു കൈയെടുത്താൽ എന്നെ ഒന്നും രക്ഷിക്കാൻ പാടില്ലേ? ഇത്രയും ന്യായം പറഞ്ഞിട്ടും ഭഗവാൻ കേൾക്കണില്ലല്ലോ ദൈവമേ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്ത തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരല്പം കൂടി സ്വാതന്ത്ര്യം കൂട്ടിയെടുത്തുകൊണ്ട് ഭഗവാനോട് ആ പരിവേദനത്തിൻ്റെ പരിസീമകളെ ലംഘിച്ചുകൊണ്ട് ഗുരുവിൻ്റെ വാക്കുകളിൽ കൂടി ഒരു ഭക്തൻ്റെ വിലാപത്തെ ഒരല്പം കാലുഷ്യം കലർത്തി അവിടെ പറയുന്നുണ്ട്. എച്ചിൽ ചോറുണ്ട പുള്ളിക്കിനി ഒരു മകനാം നീ ഇരപ്പാളി. നമ്മുടെ നാടൻ ഭാഷയിൽ ചിലർ പറയാറില്ലേ, പുള്ളിക്കാരൻ പോകുന്നു അല്ലേ, പുള്ളിക്കാരൻ വന്നില്ല. പുള്ളി എച്ചിൽ ചോറുണ്ട പുള്ളിക്ക് ഇനിയൊരു മകനാം നീ ഇരപ്പാളി, ഞാനോ പിച്ചക്കാരൻ, പിഴയ്ക്കും പിഴകളഖിലവും നീ പൊറുക്കെന്നു ന്യായം. ശിവൻ പണ്ട് ബ്രഹ്മഹത്യാ പാപം തീണ്ടിയപ്പോൾ ഇരപ്പോടുമായിട്ട് ഇരപ്പാളിയായിട്ട് നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇരപ്പ് കൊണ്ട് ഭിക്ഷയാചിച്ച് വിശപ്പിന് അന്നം തേടി കഴിക്കുന്നവൻ ഇരപ്പ് ആളി, ഇരപ്പാളി. വിശപ്പിന് വേണ്ടിയിട്ട് തലയോട്ടിയെ ഭിക്ഷാപാത്രമാക്കി നടന്ന ശിവന്റെ പുത്രനല്ലേ നീയ്? എച്ചിൽ ചോറുണ്ട പുള്ളിക്കിനി ഒരു മകനാം നീ ഇരപ്പാളി. നീ ഇരപ്പാളി, ഞാനാരാ? ഞാനോ പിച്ചക്കാരൻ. ഞാൻ പണ്ടേ പിച്ചക്കാരനാണ്. ഞാനിവിടെ സ്വന്തമായിട്ടൊന്നും നേടിയിട്ടില്ല. ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ പൂർവികരായിട്ടുള്ളവർ, എൻ്റെ മുൻതലമുറയിലുള്ളവർ, അവരൊക്കെ കണ്ടതും കേട്ടതും അന്വേഷിച്ചതും അറിഞ്ഞതും കണ്ടുപിടിച്ചതിൻ്റെയും ഒക്കെ ബാക്കിയേ ഞാനും കണ്ടുപിടിച്ചിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും പുതിയതായിട്ട് നേടിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഈശ്വരൻ എന്തൊക്കെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ബാക്കി എച്ചിലാണ് ഞാനും നിങ്ങളും ഒക്കെ സമ്പാദിച്ച ഡിഗ്രികളൊക്കെ. ദൈവത്തിൽ നിന്ന്, ഈശ്വരനിൽ നിന്നുണ്ടായിട്ടുള്ളത് മാത്രം പുതിയതായിട്ട് മനുഷ്യനൊന്നും കണ്ടുപിടിക്കുന്നില്ല. ഉണ്ടെന്നുള്ളത് അവൻ്റെ ബോധമാണ്. ആ എച്ചിലുണ്ട് നടക്കുന്ന ഞാനും പിച്ചക്കാരനാ, നീയും പിച്ചക്കാരൻ. നീ വലിയ പിച്ചക്കാരൻ, ഞാൻ ചെറിയ പിച്ചക്കാരൻ. അപ്പോൾ എന്ത് ചെയ്യണം? പിഴയ്ക്കും പിഴകൾ അഖിലവും നീ പൊറുക്കുന്നു ന്യായം. ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ പൊറുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യായം. എന്നിട്ട് ആ ന്യായത്തെ ഒന്ന് സാധൂകരിക്കാൻ അവിടെ ഒരു ചെറിയ കാര്യം കൂടി പറയുന്നുണ്ട്. അച്ഛൻ പൈതങ്ങൾ തൻ കാലടി ഇണയടിപെട്ടാലും. അച്ഛനും മക്കളും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5 or 6 വയസ്സുള്ളൊരു കുട്ടി അച്ഛൻ്റെ ദേഹത്തു കയറിയിരുന്ന് നന്നായിട്ടൊന്ന് കളിക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ കൈയും കാലും ഒക്കെ അച്ഛൻ്റെ മുഖത്തോ ശരീരത്തോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയെന്ന് വരും എന്ന് വിചാരിച്ച് അച്ഛൻ കുഞ്ഞിനെ ദേഷ്യപ്പെട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുമോ? ഒരിക്കലുമില്ല. ആ കൊച്ചുങ്ങൾക്കുള്ള അഭീഷ്ടം കനിവോടു നിറവേറ്റി കൊടുക്കുന്നുവല്ലോ. അറിയാതെ തട്ടിപ്പോയതല്ലേ എന്ന് വിചാരിച്ച് വാത്സല്യനിധിയായ പിതാവ് ആ കൊച്ചുങ്ങൾക്കുള്ള അഭീഷ്ടത്തെ ചെയ്തു കൊടുക്കുന്നത് പോലെ ഭഗവാനെ, ചിലപ്പോഴൊക്കെ പിഴവ് കൊണ്ട് ഞാൻ വല്ലതും പറഞ്ഞു പോയെന്നിരിക്കും, എന്നിൽ നിന്ന് തെറ്റുകൾ വന്നെന്നിരിക്കും. അതുകൊണ്ട് എന്നെ താഴ്ത്തിയിട്ട് കളയരുത്. എൻ്റെ പിഴകളെയെല്ലാം പുറത്ത് നീ എന്നെ നിന്നോട് ചേർത്ത് വെക്കണം. നമ്മൾ മുൻപ് പറഞ്ഞ നവമഞ്ജരി ഉണ്ടല്ലോ,
നവമഞ്ജരി മിക്സ് ഓഫ് 3 ലാംഗ്വേജസ് എന്ന് പറയാം. മലയാള ഭാഷ, തമിഴ് ഭാഷ, സംസ്കൃത ഭാഷ, എല്ലാ പദങ്ങളും കൂടി ഗുരു ഇങ്ങനെ ഒരു മിക്സ് ആക്കി വെച്ചിരിക്കുന്ന ഒരു കൃതിയാണ് നവമഞ്ജരി എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. മലയാളത്തിലാണ് രചനയെങ്കിലും പലപ്പോഴും ഇടയ്ക്ക് പൊന്തി വരുന്ന തമിഴ് പദങ്ങളുണ്ട്, സംസ്കൃത പദങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലും ഗുരു ഒരു ന്യായം ചോദിക്കുന്നുണ്ട്. ഭഗവാൻ ഏതു ന്യായമാണോ? മഞ്ഞാവി തൻ കമനി കുഞ്ഞായ നിൻ ചരണകഞ്ചായ വീണു പണിയുന്ന ഇഞ്ഞാനും അങ്ങുമൊരു കുഞ്ഞാണിതെന്നറിവുക്കിം ന്യായം ഈശതനയാ. ഭഗവാനെ, ഈശതനയാ, നീ ഈശന്റെ തനയനല്ലേ, നീ മഹേശ്വരന്റെ പുത്രനല്ലേ, ഇത് ന്യായമാണോ? നീയും കുഞ്ഞ്, ഞാനും കുഞ്ഞ്. നീ ആരുടെ കുഞ്ഞ്? മഞ്ഞാവി തൻ കമനി കുഞ്ഞ്. മഞ്ഞ്, ആവി. ആവി എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിൽ ജീവൻ എന്നൊരർത്ഥമുണ്ട്. മഞ്ഞിന് ജീവൻ കൊടുത്താൽ അതാരാണ്? ഹിമവാനാണ്. ഹിമവാന്റെ കമനി കുഞ്ഞ്, ഹിമവാന്റെ കമനി മകൾ, മകളുടെ കുഞ്ഞ്. ഹിമവാന്റെ മകൾ പാർവതി, പാർവതിയുടെ കുഞ്ഞ് സുബ്രഹ്മണ്യൻ. അപ്പോൾ മഞ്ഞാവിയുടെ കമനി കുഞ്ഞാണ് നീ. മഞ്ഞാവിതൻ കമനി കുഞ്ഞായ നിൻ ചരണകഞ്ചായ. ഇവിടെ ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് മത്തേപവൃത്തത്തിലെ ദ്വാദശപ്രാസം എന്ന് പറയുന്ന ഒരു പ്രാസം എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ ഒരക്ഷരം പ്രത്യേകമായിട്ട് 3 പ്രാവശ്യം ആവർത്തിച്ച് 4 വരിയിൽ 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് ദ്വാദശപ്രാസം എന്ന് പറയുക. ദ്വാദശപ്രാസത്തിൻ്റെ പ്രത്യേകത, ഒരു വരിയിൽ നമ്മളൊരു പ്രത്യേക അക്ഷരം എണ്ണി നോക്കിയാൽ, ആ ആവർത്തിക്കുന്ന അക്ഷരം എണ്ണി നോക്കിയാൽ 12 തവണ ഉണ്ടാകും. ഈ പ്രസ്തുത സ്തോത്രത്തിൽ, ഈ പ്രസ്തുത പദ്യത്തിൽ അത് ഇഞ്ഞാന്ന് പറയുന്ന പദമാണ്, അല്ലെങ്കിൽ ആ ഒരു ശബ്ദമാണ്. അതങ്ങനെ ആവർത്തിച്ചു പോകുമ്പോൾ ഗുരു പറയുകയാണ്, മഞ്ഞാവിയുടെ കമനി കുഞ്ഞായ നീ, നിന്റെ അടുത്തേക്ക് ഞാൻ വരുമ്പോൾ നീ പറയുവാണ് നീയും കുഞ്ഞാണ്, ഞാനും കുഞ്ഞാണ്. പക്ഷെ നീ ഈശ്വരൻ്റെ കുഞ്ഞാണ്, ഞാനോ, ഞാനിവിടെ ഒരു സാധാരണക്കാരൻ്റെ കുഞ്ഞാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നു നീയും ഞാനും ഒന്ന് തന്നെയാണെന്ന്. പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും കൺവെൻഷനുകളും പഠിപ്പിക്കുന്നു ഞാനും നീയും ഒന്ന് തന്നെയാണെന്ന്. തത്വമസി എന്ന്, അഹം ബ്രഹ്മാസ്മി എന്ന് പഠിപ്പിക്കുന്നു. പക്ഷേ ഭഗവാനെ, ഒരുപാട് പരിമിതികളുള്ള സാധുക്കളായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ച് ഞാനും നീയും ഒരുപോലെയാണോ? എൻ്റെ പരിതസ്ഥിതിയാണോ നിനക്കുള്ളത്? എൻ്റെ കഷ്ടപ്പാടുകൾ വല്ലതും നിനക്കുണ്ടോ? സ്വർഗീയമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അറിവായിരിക്കുന്ന നീ എവിടെ ഇരിക്കുന്നു? ലോക ജീവിതത്തിൻ്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച് നടുക്കടലിൽ കിടക്കുന്ന ഞാൻ എവിടെ ഇരിക്കുന്നു? പക്ഷെ ഇതിനൊരു മാറ്റം വരാം കേട്ടോ. കിം ജാതകമ്പത തിരിഞ്ഞാകിൽ ഒന്നിഹ കനിഞ്ഞാലും ഒന്നടിയനിൽ പിൻ ഞാനും അങ്ങുമൊരു കുഞ്ഞാണിതെന്നൊരറിവും ജായതേ സഫലമായി. നീയൊന്നു വിചാരിച്ചാൽ ഈശതനയനായ നിന്റെ സ്വരൂപത്തെ ധ്യാനത്തിൽ കൂടി ഞാൻ കാണുവാൻ ശ്രമിക്കുമ്പോൾ, ജപത്തിൽ കൂടി ഞാൻ ഉറപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, സാധനയിൽ കൂടി അതിലേക്ക് ഇരിക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ, നീ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞൊന്നു പ്രകാശിച്ചാൽ, ഈശ്വരീയമായി നിന്നോട് ചേർന്നിരിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം, നീ ആ പറഞ്ഞ ന്യായം ശരിയാണ്, നീയും ഞാനും ഒരേപോലെയാണ്. ഗുരുവിൻ്റെ ന്യായഭാവനകളൊന്ന് ചിന്തിക്കണം. ഒരു സാധാരണ ഭക്തൻ ചിന്തിക്കുന്ന ന്യായ വിചാരങ്ങളോടൊക്കെ കൂടിയും ഈ കൃതികൾ പരിലസിക്കുന്നു. പക്ഷേ ഇവ കൊണ്ട് മാത്രമല്ല കേട്ടോ, അദ്വൈത ദർശനത്തിൻ്റെ ഏറ്റവും സുന്ദരമായ വീഴ്ചകളും ഇതേ സുബ്രഹ്മണ്യ കീർത്തനങ്ങളിൽ, ഇതേ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ സുന്ദരമായി നമുക്ക് കാണാം. ഷൺമുഖ സ്തോത്രത്തിലെ കേശാദിപാദ വർണ്ണനയ്ക്കു ശേഷം ഈ പ്രപഞ്ചം മുഴുവൻ ആ ദൈവത്തിൽ നിന്നു ഭിന്നമല്ലാതെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഏതാണ്ടൊരു 3-4 പദ്യങ്ങളിൽ കൂടി ഗുരു സുന്ദരമായിട്ട് പ്രസ്താവിച്ചു വെക്കുന്നുണ്ട്. അമ്പുധിത്തിരയും തിരക്കുമിളപ്രവാഹവും ഒക്കെയോരമ്പുരാശിയതായടങ്ങി ഒടുങ്ങിടും പടി നിന്നിൽ നിന്ന് അമ്പ പൊങ്ങി മറിഞ്ഞുയർന്നു മറഞ്ഞിടുന്ന അഖിലാണ്ടവും അമ്പയാ സഹവർത്തമാന വിജന്മ ഷൺമുഖ പാഹിമാം. എങ്ങനെയാണോ ഒരു കടലിൽ നിന്നു തിരകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണോ ആ തിരകളിലെ ജലം ആ കടലിലേക്കു തന്നെ തിരിച്ചുപോയി ആഴിയായി തന്നെ നിൽക്കുന്നത്, അതേപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിന്നിൽ നിന്ന് ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നു. നിന്നിൽ തന്നെ അത് ഉയർന്നു പൊങ്ങുന്നതായി കാണുന്നു, നിന്നിൽ തന്നെ അത് ഇളകുന്നതായി കാണുന്നു, നിന്നിലേക്കു തന്നെ ആ തിരകൾ തിരിച്ചു ലയിച്ചു ചേരുന്നു. അതേപോലെ
മുരുകൻ എന്ന മൂർത്തിയിൽ കൂടി ശ്രീനാരായണ ഗുരുദേവൻ കാട്ടിത്തരുന്ന ബ്രഹ്മസ്വരൂപത്തിൽ എങ്ങനെയാണു പ്രപഞ്ചം മുഴുവൻ നിലനിന്ന് നശിച്ച് അടങ്ങിപ്പോകുന്നത് എന്നുള്ള വേദാന്ത തത്വചിന്തയെ, വേദാന്ത ദർശനത്തെ സുന്ദരമായി ഗുരു ഷൺമുഖ സ്തോത്രത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു.